ഖ്വാജ തങ്ങൾ സുൽത്താനുൽ ഹിന്ദ് ആദ്യം പിന്നിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ട്. ആദ്യം ഖ്വാജ ഇറാനിലെ സഞ്ചിരയിലായിരുന്നു താമസം. അവിടുന്ന് നബീനെ സ്വപ്നത്തിൽ കാണുന്ന ഒരു രംഗമുണ്ട്. നബി സ്വപ്നത്തിൽ വന്നിട്ട് നബീൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി പറയാണ്. അങ്ങനെ മഹാനായിട്ടുള്ള ഖ്വാജ മക്കയിലേക്ക് യാത്ര തിരിക്കുകയാണ്. മക്കയിലേക്ക് യാത്ര തിരിച്ചിട്ട് അവിടുന്ന് പരിശുദ്ധമായപ്പെട്ട ഉംറയൊക്കെ ചെയ്തിട്ട് അദ്ദേഹം മദീനയിലേക്ക് പോവുകയാണ്. മദീനയിൽ നബിൻ്റെ റൗളയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ റൗളയിൽ ഒരുപാട് ഇബാദത്തിൽ മുഴുകിയ ഖ്വാജ അവിടെ കടന്നുറങ്ങി പോവുകയാണ്. അങ്ങനെ ഉറക്കത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒന്നുകൂടി സ്വപ്നം കാണുകയാണ്. അങ്ങനെ നബി പറയാണ്, യാ മൊയിനുദ്ദീൻ അൻത സുൽത്താനുൽ ഹിന്ദ് റാക്ക മസ്കനുക്ക എന്ന് പറയാണ്. അല്ലേ മൊയിനുദ്ദീനെ, താങ്കൾ ഇന്ത്യയിലെ സുൽത്താനാണ്, താങ്കൾ ഇന്ത്യയിലേക്ക് പോകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. അങ്ങനെ ഖ്വാജ 40ഓളം മുരീദീങ്ങളുമായിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. അങ്ങനെ ഇന്ത്യയിലെ അജ്മീർ എന്ന സ്ഥലത്ത് ഖ്വാജ താമസമാക്കുകയാണ്. അവിടെ ഇസ്ലാമിക പ്രബോധനത്തിന് അസ്ഥിവാരമിടുകയാണ്.